welcome to my video. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും കഴിഞ്ഞ കുക്കിംഗ് വീഡിയോയിൽ നമ്മൾ ചെയ്തത് ബേക്കേഴ്സിന്റെ പിസ്ത ഐസ്ക്രീം മിക്സ് പൗഡർ ആണ് മേക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരുന്നത് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ അതിന് എപ്പിസോഡ് 2 ആണ്. ടൈം ടു കുക്ക് സീരീസിന്റെ എപ്പിസോഡ് 2 ആണിത്. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പൈസി നാടൻ മട്ടൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഫോർ ദോസ് ഹു ലവ് മട്ടൻ it's a must try. ഒരു നാടൻ ശീലമുള്ള മട്ടൻ കറി, സ്പൈസിയും മസാലയുള്ളതാണ് മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. മസ്റ്റ് ട്രൈ ആണ്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന മട്ടനും ചിക്കനും ഒക്കെ വേൾഡ്സ് ബെസ്റ്റ് ആണ്. അപ്പോൾ സമയം വെയിറ്റ് ചെയ്യാൻ ഒരു വീഡിയോ ഒക്കെ എടുക്കാം. അതുപോലെ പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റെസിപ്പി നിങ്ങൾ വീട്ടിൽ ട്രൈ ഔട്ട് ചെയ്തിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ ഷുവറായിട്ട് രേഖപ്പെടുത്തുന്ന എങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ, റീറ്റും കൂടെ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കണം. ആദ്യം നമ്മൾ പ്രഷർ കുക്കർ ഇവിടെ വയ്ക്കും, ഗ്യാസിൽ വയ്ക്കും. പിന്നെ ഓക്കെ ഓക്കെ പക്ഷേ ഇതാണ് മട്ടൻ. 1.5 kg വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ഇതാണ് സ്പൈസസ്. ഇതെന്താണ് അമ്മ? ഇത് ഗ്രാമ്പു ആണ്, സ്റ്റാർ ഗ്രാമ്പു. ഇതെന്തോ ഇത് അത് തന്നെ. ഇതെന്തോന്നു? പട്ട. ഇത് ഇലൈച്ചി. ഇത് ഗ്രാമ്പു. ഇന്ന് വിളിക്കും. നമുക്ക് ഈ പ്രഷർ കുക്കറിലോട്ട് എണ്ണ ഒഴിക്കാം കുറച്ച്. ഓക്കെ, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇലൈച്ചി ഇടാം. പട്ട ഇടാം. 2 പട്ട. ഇത് സ്റ്റാർ. അത് ഇതിലെന്താണ് ഇടാം? മഞ്ഞൾപ്പൊടി, ഇന്നലെ ഓക്കെ മട്ടൻ പെരട്ടാൻ പോവാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല എന്നിട്ട് മട്ടൻ മഞ്ഞൾപ്പൊടി ഇട്ട് പെരട്ടും. അതായത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇങ്ങനെ ഇട്ട് പെരട്ടും. അതായത് ഫ്ലേവർ മട്ടന് എൻഹാൻസ് ചെയ്യാൻ, അതായിട്ട് ചെയ്യാൻ. പിന്നെ എന്താ പറയുക, അതിനകത്തുള്ള ജേംസും കീടാണുക്കളും എല്ലാം നശിച്ചു പോകും. മട്ടനിൽ നമ്മൾ പ്രഷർ കുക്കറിൽ നമ്മൾ മട്ടൻ ഇട്ടു. സ്പൂണിട്ട് നേരെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇളക്കി മട്ടൻ ഒരു പാതി വേവായിട്ട് നമ്മൾ ഇതിനെ വേവിക്കാൻ വയ്ക്കും. ഫുള്ള് വേവിക്കാൻ വയ്ക്കും നമ്മൾ ഈ ഒരു മിക്സിൽ. നമ്മളിതാ കലക്കി ഒരു പരിവാവും. ഇത് ഇനി 5 മിനിറ്റോളം ഇങ്ങനെ ഇളക്കണം. മട്ടൻ അവിടെ വേവണ വരയ്ക്ക് ഞാൻ നിങ്ങൾക്കൊരു ഭംഗിപരമായ ഒരു കാര്യം കാണിച്ചു തരാം. ഇതെൻ്റെ അനിയത്തിയുടെ അനിയത്തി ഞാൻ കാണിച്ചു തരാം. അതാണ് അനിയത്തി. കണ്ടിട്ടുണ്ടാവും എൻ്റെ പഴയ വീഡിയോസിൽ. ഇതെൻ്റെ മീൻ സൺഫ്ലവർ പെറ്റ ഒറിജിനലാണ്, തായ്ലൻഡിയൻ. ഇത് എൻ്റെ അനിയത്തിയുടെ ഒറിജിനൽ പെറ്റയാണ്, വെള്ള. ഈ രണ്ടിനെയും നിങ്ങൾ ഇത് ആസ്വദിച്ചു.
മട്ടൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ആകുമ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയാണ് ആവണം. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിലത്തെ വെള്ളമാണ്. ഇനി നമുക്കിത് മൂടി വെക്കണം. അതായത് പ്രഷർ കുക്കറിൻ്റെ അടപ്പാണിത്. വേവിക്കാൻ വേണ്ടി മൂടി വെക്കണം. ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം വേവാൻ വയ്ക്കാം. 5 വിസിൽ കേൾക്കണം ഗൈസ്. 5 വിസിൽസ് ആണ് മെയിൻ. 5 വിസിൽസ് കേൾക്കണ വരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അതായത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ വേവണ വരയ്ക്കും ഗൈസ്. നമ്മൾ ഉള്ളി അരിയും, തൊലി ഇടിച്ചിട്ട് വെട്ടും. ലാസ്റ്റ് വിസിലാണ്. ഇത് കഴിഞ്ഞ് തണയ്ക്കേണ്ടതാണ്. അപ്പോൾ നല്ല മണം ഇപ്പോഴേ വരുന്നുണ്ട്. വേവിച്ച മട്ടൻ്റെ മണം ഇപ്പോഴേ നല്ലതായിട്ട് വരുന്നുണ്ട്. നമുക്കിത് അടച്ചേക്കാം. 6ാമത്തെ വിസിൽ കേൾക്കാൻ മുമ്പ് ഇത് നമുക്ക് അടച്ചേക്കാം. തണഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തോ വേണമെന്ന് എനിക്കറിയാം. അപ്പം നമുക്ക് അമ്മ എടുത്ത് ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റും ഗൈസ്. പിന്നെ ഈ മട്ടൻ വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മസാല ഉണ്ടാക്കണം. മട്ടൻ കറി വയ്ക്കേണ്ട ചെറിയുള്ളി, മുളക് പൊടി, പിന്നെ മഞ്ഞപ്പൊടി, അതുപോലെ കുറേ ചേരുവകളൊക്കെ ഇട്ട് വെളുത്തുള്ളികളൊക്കെ ഇട്ട് ഒക്കെ ഒരു മസാല ഉണ്ടാക്കണം. അതുണ്ടാക്കുന്ന ഈ പ്രോസസ്സാണ് നമുക്ക് കാണാം. പിന്നെ ഇത് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ചേർന്നുള്ളൊരു തൊലി പിടിച്ചുള്ളൊരു ഇതാണ്. ഇനി ഈ രണ്ട് സാധനങ്ങളും കൂടെ ചേർന്ന് നമുക്ക് ഇത് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർന്ന് കുരുമുളക് പൊടി അല്ല ഇത് ഈ ഒരു മിക്സിന് ഓക്കെ. അതൊക്കെ ചതച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക മസാല ആവും. അത് നമുക്ക് പ്രത്യേകം വെച്ചിട്ട് പിന്നെ നമുക്ക് വേറെ മസാലകൾ കൂടെ ഇട്ടതും കൂടെ മസാല ഉണ്ടാക്കണം. അത് രണ്ട് പ്രത്യേക മസാലകൾ. അതൊക്കെയാണ് ഇന്ന് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ കാണാം. നമ്മൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ കഴുകി എടുക്കും. എന്നിട്ട് മിക്സ് ഗ്രൈൻഡറിൽ എടുക്കും. എടുത്തെടുത്ത് തന്നെ തളർന്നു പോയി. അപ്പൊ നമുക്ക് ഈ ഒരു മിക്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി, ഇഞ്ചി ഈ കട്ട് ചെയ്ത് ഈ ഒരു പരുവത്തില്, പിന്നെ വെളുത്തുള്ളി, ഈ 3 സാധനങ്ങളും കൂടെ നമ്മൾ അരച്ചൊരു പേസ്റ്റ് പോലൊരു സാധനം ഉണ്ടാക്കും. അങ്ങനെ നമുക്ക് വേറെ മസാല നമ്മൾ പ്രിപ്പയർ ചെയ്യും. അമ്മ ചെയ്തത് ഇതാണൊരു പേസ്റ്റാണ് ആയത്. ഇതാണ് ഫസ്റ്റ് മസാലയുടെ ഒരു ചേരുവ അല്ലേ? നമ്മൾ നെക്സ്റ്റ് നമ്മുടെ മസാല വറുക്കാനാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീനച്ചട്ടി നല്ല ചൂടാണ്. അതൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ കുരുമുളക് പൊടി, കോഫിയുടെ പൊടി ഡബ്ബയാണെങ്കിൽ, ഇത് പെരുംജീരകം, പിന്നെ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി. ഈ 4 കാര്യങ്ങളും കൂടെ ചേർന്ന് നമ്മൾ ഈ മസാല വറുക്കാം. ജീരകം ആവശ്യത്തിന് ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യും. ജീരകമാക്കാം. ഇനി നമുക്ക് മല്ലിപ്പൊടി പാകത്തിനിട്ടാൽ മതി, നിങ്ങൾ ഇഷ്ടത്തിന്. ഇത്രയും മല്ലിപ്പൊടി അത് നമുക്ക് കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി ഉണ്ട്. നമുക്ക് എന്നിട്ട് ആ നമ്മൾ ജീരകത്തിന് മിക്സ് മല്ലിപ്പൊടിയുടെ പുറത്ത് കുരുമുളക് പൊടി ഇടും. അത് ആവശ്യത്തിന്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ഇതെല്ലാം നിങ്ങളുടെ എരിവിന്റെ പാകത്തിനനുസരിച്ചാണ്.
നിങ്ങൾക്ക് എരിവ് ഭയങ്കര ലെസ്സായിട്ട് വേണമെങ്കിൽ ഇതെല്ലാം കുറച്ചിടാം മതി. ഇത് ഇടണം, ഇത് മസ്റ്റാണ്, പക്ഷെ കുറച്ചിട്ടാൽ മതി. അതോ നിങ്ങൾ ഭയങ്കര സ്പൈസി ഫുഡ് ലവർ ആണെങ്കിൽ ഈ ഒരു പാകം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കും. മട്ടൻ ഉണ്ടാക്കേണ്ട മെയിൻ കാര്യം ഉള്ളി നമുക്ക് മെയിൻ വെച്ചിട്ട് ചൂടാക്കാം. ഇനി ഗൈസ് നമ്മുടെ ഉള്ളിയിൽ നമുക്ക് വെളിച്ചെണ്ണ ഇടാം. ഇത്രയും മതി. 4 ടേബിൾ സ്പൂൺ 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇടണം നമുക്ക്. ഓക്കെ, മറക്കരുത്. പിന്നെ അതിൽ നമ്മൾ ഈ ഉള്ളി, വലിയ ഉള്ളിയാണെന്ന് തോന്നുന്നു, സവാള ഈ സവാള നമ്മൾ എന്നിട്ട് ആ എണ്ണ ചൂടായിട്ട് ഉള്ളി ചൂടായിട്ട് നമ്മൾ വറുക്കായിട്ട് ഉള്ളി നമുക്ക് ആ എണ്ണയുടെ പുറത്തിട്ടിട്ട് നമ്മൾ വറുക്കായിട്ട്. ഇതെൻ്റെ കൈയാണ്. കുറച്ച് സ്വല്പം ഉപ്പ് ഇടണം. കാണിച്ചത് വറുത്തെടുക്കാൻ കുറച്ച് ഉപ്പ് ഇടണം. എന്നിട്ട് ഈ ഉള്ളിയുടെ ഈ ഒരു ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആവണം. ഇന്നാ ഉള്ളി അല്ലാതെ പൊരിയും. ഓക്കെ, അപ്പം ഇനി ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വെയിറ്റ് ചെയ്യാം. ഈ ഒരു മിക്സ് അവിടെ എന്താ പറയുക, ഈ ഒരു ഉള്ളി അവിടെ ഗോൾഡിഷ് ബ്രൗൺ ആവണ വരേക്കും നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത ആ മുളക് പൊടിയുടെ ആ മസാല വറുത്ത ആ സാധനം നമുക്കൊന്ന് പൊടിക്കാം. കുറച്ചുകൂടെ ഇതാവാൻ വേണ്ടി നമ്മൾ ഗ്രൈൻഡറിൽ ആക്കുന്നുണ്ട്. ചെറിയ മിക്സ് ചെയ്യുന്ന നമ്മൾ ഇനി അരയ്ക്കും. ആ മിക്സ് അതോടെ വേവണമായിരിക്കും. 2 ടൊമാറ്റോ നമുക്ക് വേണം. നമ്മൾ ആ മിക്സ് ആ വറുത്ത മസാല വറുത്തതിപ്പം വന്നില്ല, അതിപ്പം പൊടിച്ചപ്പോൾ ഈ ഒരു അവസ്ഥയാണ് ആയിട്ടുള്ളത്. ഗൈസ്, നമ്മുടെ പൊട്ടറ്റോ ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്, സവാള ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമ്മൾ അരച്ച നേരത്തെ ഇതിൽ വെച്ചിരുന്ന ആ മസാല ആ ഉള്ളിയുടെ പടത്ത് നമ്മൾ ഇട്ടിരുന്നു. ഇത് വേറെ എന്തിനാണ് നല്ല പുറത്തിട്ടു. ഭയങ്കര എന്താ പറയുക, സ്ട്രോങ് ഫ്ലേവർ മണം വന്നു. നല്ല വണ്ണം ഇത് മൂക്കണം. ഇനി നമ്മൾ ആ മൂപ്പിച്ച സാധനത്തിൻ്റെ പുറത്ത് നമ്മൾ ആ നേരത്തെ പൊടിച്ച ആ മസാല ഇടും. പഴയ ഒരു റോസ്റ്റ് ടൈപ്പ് ആയിട്ടുണ്ട്. നേരത്തെ എടുത്തില്ലേ ആ ഒരു രണ്ട് ടൊമാറ്റോ, അത് കട്ട് ചെയ്ത് ഒരു ടൊമാറ്റോയുടെ പാതി ചെയ്ത് കട്ട് ചെയ്ത് 4 പീസാക്കി ഇതിൻ്റെ ഉള്ളിൽ ഇട്ടു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്താ ആ റോസ്റ്റ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ പുറത്ത് നമ്മൾ മട്ടൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ കഴുകി പുരട്ടി വേവിച്ച് വെച്ചിരുന്ന മട്ടൻ നമ്മൾ ആ മിക്സിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കുറച്ച് അതിന് വേവ് അതിനായിട്ട്. പിന്നെ ഒരു കാര്യം ആഡ് ചെയ്യാൻ മറന്നു. ഇതിൻ്റെ കൂടെ ആ മിക്സിൻ്റെ കൂടെ ഗരം മസാല കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്. ഏകദേശം അല്ല, ആയിട്ട് തന്നെ ഉണ്ട്. ഇനി മസാല മട്ടൻ്റെ പീസസിൽ കുറച്ചുകൂടെ പിടിക്കണം. അത് ഒരു 2 മിനിറ്റ് എടുക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം, കറിയാവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാസ്മതി അരി വെച്ച് ചോറുണ്ടാക്കും. ആ ചോറും മട്ടൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ടേസ്റ്റ് ആകുമ്പോൾ ഇനി നമുക്ക് സ്ട്രേറ്റ് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മട്ടൻ ഫുൾ ആയിട്ടുണ്ട്. ഇതിന് ഒരു കഷ്ണം പോലും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. നമുക്ക് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് പണ്ടൊക്കെ. ഇന്നത്തെ മട്ടൻ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സ്പൈസി നാടൻ ഫോർ യു. നമ്മുടെ ചോറും മട്ടൻ കറി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എന്ന് പറയുന്നത് ഭയങ്കര സ്പൈസി, അത്ര സ്പൈസി അല്ലെങ്കിൽ
എൻജോയബിൾ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനമാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. നിങ്ങൾ ഷുവറായിട്ട് ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആശ്വാസത്തോടെ ഞാൻ കഴിച്ചോടാം, നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ.